ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു വിനീസ് എഡ്യൂക്കെയർ. ഇന്ന് ഞാൻ ഹോൺബിൽ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലത്തെ ചാപ്റ്റർ നമ്പർ 6 ദ ബ്രൗണിങ് വേർഷൻ എന്നുള്ള ലെസനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു പ്ലേ ആണ്. ഒരു സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നത്. ദേ ആർ ഡിസ്കസിങ് അബൌട്ട് അനദർ ടീച്ചർ ആൻഡ് ദാറ്റ് ഹാസ് ബീൻ ഷോൺ ത്രൂ എ പ്ലേ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് റിട്ടൺ ബൈ ടെറൻസ് റാറ്റിഗൻ. Now these are few new words that we will come across when we read the textbook, and as and when it comes I will explain it to you. അപ്പോൾ നമുക്ക് തുടങ്ങാം. This is an excerpt from the Browning version. The scene is set in a school. Frank is young and Kruger Harris middle-aged. Both are masters. Taplow is a boy of 16 who has come in to do extra work for Kruger Harris. But the latter has not yet arrived and Frank finds Taplow waiting. So main character ഈ ഒരു പ്ലേയിലുള്ളത് Mr. Frank, who is a teacher, then Mr. Kruger Harris, who is also a teacher, then a 16-year-old boy who is Taplow, and then Mrs. Kruger Harris also comes into the play later on. ടാപ്ലോ എന്ന ഈ കുട്ടി 16 years old ഈ ഒരു സ്റ്റുഡൻറ്റ് മിസ്റ്റർ ക്രോക്കർ ഹാരിസ് പറഞ്ഞ പ്രകാരം സ്റ്റാഫ് റൂമിൽ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ വന്നേക്കാണ്. പക്ഷേ ആ കുട്ടി അവിടെ എത്തുമ്പോൾ ക്രോക്കർ ഹാരിസ് അവിടെ അവൈലബിൾ അല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എ യങ് ടീച്ചർ, ഈ ക്രോക്കർ ഹാരിസ് എന്ന് പറയുന്ന ടീച്ചർ ഈസ് എ മിഡിൽ ഏജ്ഡ് man and Frank is a young man. So this young teacher enters the staff room and he finds this small boy standing there, and then a conversation takes place between them. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ Frank, do I know you? Taplow, no sir. What's your name? Taplow, no I don't. You are not a scientist, I gather. So ടാപ്ലോ നിൽക്കുന്നത് കണ്ടപ്പോൾ സർ ചോദിക്കും, എനിക്ക് നിന്നെ അറിയോ? ടാപ്ലോ പറയും, ഇല്ല സർ, താങ്കൾ എന്നെ അറിയില്ല. എന്നാലും വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേര് പറയൂ. ടാപ്ലോ, അപ്പം ഞാൻ നിന്നെ അറിയില്ല. എനിക്ക് തോന്നുന്നു നീ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് അല്ല. യു ആർ നോട്ട് എ സയൻറ്റിസ്റ്റ് ഐ ഗ്യാദർ എന്ന് വെച്ചാൽ നീ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ അറിയാത്തേ എന്നുള്ള ഭാവത്തിൽ മിസ്റ്റർ ഫ്രാങ്ക് പറയുന്നു. നോ സർ, ഐ എം സ്റ്റിൽ ഇൻ ദ ലോവർ 5th. I can't specialize until next term. That's to say, if I have got my remove all right. So the boy is saying, ശരിയാണ് സർ, ഞാൻ സയൻസ് സ്ട്രീം ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ഇപ്പോഴും ലോവർ 5th ലോവർ 5th അവിടെ പറയുന്നത് ഒരു ഗ്രേഡാണ്. മേ ബി ഒരു 10th ഗ്രേഡിനെ ആയിരിക്കും ഈ ലോവർ 5th എന്ന് പറയുന്നത്. കാരണം അത് കഴിഞ്ഞിട്ടാണ് അവർ സയൻസ് സ്ട്രീം അങ്ങോട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഹീസ് സെയിങ്, അല്ല ഞാനിപ്പോഴും ലോവർ 5th ഞാൻ സയൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാറായിട്ടില്ല. ഇനി എനിക്കങ്ങനെ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് അടുത്ത ടേമിലേ പറ്റുള്ളൂ. അതും എനിക്ക് നല്ല ഗ്രേഡ് കിട്ടിയാൽ മാത്രം. റിമൂവ് എന്ന് വെച്ചാൽ ഗ്രേഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൺലി ഇഫ് ഐ ഗെറ്റ് ഗുഡ് ഗ്രേഡ്സ് ഐ ക്യാൻ സ്പെഷ്യലൈസ് ഇൻ സയൻസ് ഇൻ ദ നെക്സ്റ്റ് ടേം. അതാണ് കുട്ടി പറയുന്നത്. ഫ്രാങ്ക്, ഡോണ്ട് യു നോ ഇഫ് യു ഹാവ് ഗോട്ട് യുവർ റിമൂവ്? ഇപ്പോൾ ഫ്രാങ്ക് സർ ചോദിക്കുകയാണ്, നിനക്കിതുവരെ നിൻ്റെ റിസൾട്ടിനെ പറ്റി അറിഞ്ഞില്ലേ? നീ ഇതുവരെ നിൻ്റെ ഗ്രേഡിനെ പറ്റി അറിഞ്ഞില്ലേ? കാരണം എല്ലാ ടീച്ചേഴ്സും ഓൾറെഡി ഗ്രേഡ് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് സ്കൂളിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. സ്കൂളിൻ്റെ ലാസ്റ്റ് ഡേയിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പം സ്കൂളിൻ്റെ ലാസ്റ്റ് ഡേ വരെ കാത്തു നിൽക്കാതെ തന്നെ മിക്ക മാസ്റ്റേഴ്സും അവരുടെ കുട്ടികൾക്ക് ഗ്രേഡ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മിസ്റ്റർ ഫ്രാങ്ക് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നത്, നിൻ്റെ സർ നിന്നോട് ഇതുവരെ നിൻ്റെ ഗ്രേഡ്സ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത്. ടാപ്ലോ, നോ സർ, മിസ്റ്റർ ക്രോക്കർ ഹാരിസ് ഡസൻറ്റ് ടെൽ us the results like the other masters. അപ്പോൾ ടാപ്ലോ പറയാണ്, ഇല്ലില്ല, ഞങ്ങളുടെ മാസ്റ്റർ ക്രോക്കർ ഹാരിസ് he does not reveal the grades till the last ഡേയിൽ മാത്രമേ ഞങ്ങളുടെ സർ പറയാറുള്ളൂ. ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ട് പിറ്റേ ദിവസം മുതൽ ഒന്നെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു ടേം ബ്രേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് സാധാരണ സ്കൂളിൻ്റെ ഒരു റൂൾ. പക്ഷേ ഇവിടെ മിസ്റ്റർ ക്രോക്കർ ഹാരിസ് മാത്രമാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ബാക്കി എല്ലാ ടീച്ചേഴ്സും മുന്നേ തന്നെ കുട്ടികൾക്ക് അവരുടെ ഗ്രേഡ് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു.
Frank, why not? Well, you know what he is like, sir. I believe there is a rule that form results should only be announced by the headmaster on the last day of term. സോ എന്തുകൊണ്ട് നിന്നോട് ഇതുവരെ ഗ്രേഡ് പറഞ്ഞില്ല? അപ്പോൾ ടാപ്ലോ പറയും, സാറിന് അറിയാലോ, മിസ്റ്റർ ക്രോക്കർ ഹാരിസിൻ്റെ സ്വഭാവം സാറിന് അറിയാലോ. അപ്പോൾ ഫ്രാങ്ക് പറയും, അല്ല, എനിക്ക് തോന്നുന്നു ഒരു നിയമമുണ്ട്, നിയമപ്രകാരം ഹെഡ് മാസ്റ്ററാണ് ലാസ്റ്റ് ഡേ ഓഫ് ദി ടേമിൽ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്നത്. ടാപ്ലോ പറയും, യെസ്, ബട്ട് ഹൂ എൽസ് പേസ് അറ്റൻഷൻ ടു ഇറ്റ് എക്സെപ്റ്റ് മിസ്റ്റർ ക്രോക്കർ ഹാരിസ്. അപ്പം ടാപ്ലോ പറയും, യെസ്, നിയമമൊക്കെ എങ്ങനെയുണ്ട്, പക്ഷെ ഞങ്ങളുടെ മാസ്റ്റർ അല്ലാണ്ട് വേറെ ഒരു മാസ്റ്റേഴ്സും അത് ഫോളോ ചെയ്യാറില്ല. ഫ്രാങ്ക്, ഐ അഡ്മിറ്റ്, ബട്ട് ദാറ്റ്സ് നോട്ട് ക്രൈറ്റീരിയൻ. അപ്പം ഫ്രാങ്ക് പറയും, ശരിയാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഞാനും അത് ഫോളോ ചെയ്യാറില്ല, പക്ഷേ അതങ്ങനെ ചെയ്യണമെന്ന് നിയമമൊന്നുമില്ല. ദാറ്റ്സ് നോട്ട് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ അത് അത്ര ഇമ്പോർട്ടൻ്റ്, അങ്ങനെ ചെയ്യാൻ പാടുമോ എന്നുള്ള നിയമമൊന്നുമില്ല. സോ യു ഹാവ് ഗോട്ട് ടു വെയിറ്റ് അൺടിൽ ടുമോറോ ടു നോ യുവർ ഫേറ്റ്, ഹാവ് യു? സോ സാർ ചോദിക്കുകയാണ്, അപ്പം നിനക്ക് നാളെ നിനക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, ഇന്ന് റിസൾട്ട് അറിഞ്ഞ് നിനക്ക് നാളെ മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്താണ് നീ ഇനി അടുത്തത് ചെയ്യാൻ പോണേ, വാട്ട് യു വോണ്ട് ടു സ്പെഷ്യലൈസ് എന്നുള്ളത് നിനക്ക് നാളെ നിൻ്റെ ഫേറ്റ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ടാപ്ലോ പറയുന്നു, യെസ് സർ. ഫ്രാങ്ക്, സപ്പോസിങ് ദി ആൻസർ ഇസ് ഫേവറബിൾ, വാട്ട് ദെൻ? അപ്പോൾ സർ ചോദിക്കുന്നു, സപ്പോസ് നിനക്ക് നല്ല ഗ്രേഡ് കിട്ടും, അങ്ങനെയാണെങ്കിൽ നീ ഏതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യും? ടാപ്ലോ, സയൻസ് ഓഫ് കോഴ്സ്. അപ്പോൾ ടാപ്ലോ വിത്തൗട്ട് എനി ഡൗട്ട് പറയും, ഞാൻ സയൻസ് തന്നെ എടുക്കുള്ളൂ സർ എന്ന് പറയും. ഫ്രാങ്ക് സാഡ്ലി, യെസ്, വി ഗെറ്റ് ഓൾ ദി സ്ലാക്കേഴ്സ്. അപ്പോൾ ഫ്രാങ്ക് സയൻസ് പഠിപ്പിക്കുന്ന മാസ്റ്ററാണ്. അപ്പോൾ മാസ്റ്റർ, എല്ലാ സ്ലോ ലേണേഴ്സും ഞങ്ങളുടെ സയൻസ് തന്നെയാണ് ചൂസ് ചെയ്ത് വരാറ്, സാഡ്ലി പറയും. ടാപ്ലോ പ്രൊട്ടസ്റ്റിംഗ്ലി, ടാപ്ലോ അത് പ്രൊട്ടസ്റ്റ് ചെയ്യും, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പറയും, ഐ എം എക്സ്ട്രീംലി ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ് സർ. അവൻ പറയും, എനിക്ക് നല്ല ഗ്രേഡ് ഉള്ളതുകൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ സയൻസ് എടുക്കുന്നത്, എനിക്ക് സയൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ് ആസ് മൈ മെയിൻ സബ്ജക്റ്റ്. ഫ്രാങ്ക്, ആർ യു? ഐ എം നോട്ട് അറ്റ് ലീസ്റ്റ് ഇൻ ദ സയൻസ് ഐ ഹാവ് ടു ടീച്ച്. സോ ഫ്രാങ്ക് പറയുന്നു, നിനക്ക് സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, പ്രത്യേകിച്ച് ഞാനിവിടെ എടുക്കുന്ന ആ സയൻസിനോട് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ടാപ്ലോ, വെൽ എനിവേ സർ, ഇറ്റ്സ് എ ഗുഡ് ഡീൽ മോർ എക്സൈറ്റിംഗ് ദാൻ ദിസ് മക്ക് ഇൻഡിക്കേറ്റിംഗ് ദിസ് ബുക്ക്. ടാപ്ലോ പറയും, സർ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു യൂസ്ലെസ് സാധനത്തെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് സയൻസ്. സോ അവൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, ആ ബുക്കിനെയാണ് അവൻ റെഫർ ചെയ്യുന്നത്. വാട്ട് ഈസ് ദിസ് മാർക്ക്? Achilles, sir, the Agamemnon. And your considered view is that the Agamemnon is Mark? Well, no, sir. I don't think the play is Mark. Exactly. I suppose, in a way, it's rather a good plot. Really, a wife murdering her husband and all that. I only meant the way it's taught to us. Just a lot of Greek words strung together and 50 lines if you get them wrong. സോ ഹിയർ ഫ്രാങ്ക് ചോദിക്കുന്നു, എന്തിനെയാണ് നീ യൂസ്ലെസ് എന്ന് പറയുന്നത്, ഏത് ബുക്കാണിത്? സോ ടാപ്ലോ പറയും, ആക്വലിസ് എഴുതിയ ദി അഗമാംനൺ എന്നുള്ള ബുക്ക്. ഫ്രാങ്ക് ചോദിക്കും, അപ്പോൾ നിൻ്റെ അഭിപ്രായത്തിൽ ഈ അഗമാംനൺ എന്നുള്ള ആ ബുക്ക് യൂസ്ലെസ് ആണെന്നാണോ? ടാപ്ലോ പറയും, അയ്യോ അല്ല സർ, പ്ലേ, അതായത് ഇതൊരു പ്ലേ ആണ്, അഗമാംനൺ എന്ന് പറയുന്നൊരു ഡ്രാമയാണ്. അപ്പോൾ ടാപ്ലോ പറയും, അല്ല സർ, ഡ്രാമ ആക്ച്വലി നല്ലതാണ്, അതിൻ്റെ പ്ലോട്ട് നല്ലതാണ്, ഒരു ഭാര്യ ഭർത്താവിനെ മർഡർ ചെയ്യുന്നു, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ദ വേ ഇറ്റ് ഈസ് ടോട്ട് ടു അസ്, ഞങ്ങളെ പഠിപ്പിക്കുന്ന രീതി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കുറേ ഗ്രീക്ക് വേർഡ്സ് യോജിപ്പിച്ചിട്ട് ഓരോ സെൻറ്റൻസസ് ഉണ്ടാക്കി വെച്ചേക്കാണ്. അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് എങ്ങാനും ഞങ്ങൾക്ക് തെറ്റിപ്പോയാൽ ആ വേർഡ് ഒരു 50 times ഞങ്ങളെ കൊണ്ട് ഇമ്പോസിഷൻ പോലെ എഴുതിപ്പിക്കും. അത് ആ ഒരു രീതി ഇഷ്ടമല്ല എന്ന് ടാപ്ലോ എക്സ്പ്ലെയിൻ ചെയ്യും. യു സൗണ്ട് എ ലിറ്റിൽ ബിറ്റർ ടാപ്ലോ. ഇപ്പോൾ ഫ്രാങ്ക് പറയും, എനിക്ക് എന്തൊക്കെയോ ഒരു ദേഷ്യമുള്ള പോലെ, എന്തൊക്കെയോ ഒരു ദുരനുഭവമുള്ള പോലെയൊക്കെയാണല്ലോ നീ സംസാരിക്കുന്നത്. ഐ ആം റാദർ സർ. അപ്പോൾ ടാപ്ലോ പറയും, ശരിക്കും എനിക്ക് കുറച്ച് വിഷമങ്ങളുണ്ട് സർ. ക്യാപ്റ്റൻ, ഇപ്പോൾ ഫ്രാങ്ക് ചോദിക്കും, സാറ് ചോദിക്കും,
ഓ, നിനക്ക് പണിഷ്മെൻറ്റ് തന്നിട്ടുണ്ട്, നിന്നെ സ്റ്റേ ബാക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ പണിഷ്മെൻറ്റിൻ്റെ പേരിൽ? ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ നിന്നെ സ്റ്റേ ബാക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ, പണിഷ്മെൻറ്റ് തന്നിട്ടുണ്ടോ എന്നുള്ള അർത്ഥം. നോ സർ, എക്സ്ട്രാ വർക്ക്. അപ്പോൾ അവൻ പറയില്ല, എനിക്ക് പണിഷ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ മിക്കപ്പോഴും എനിക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എക്സ്ട്രാ വർക്ക് ഓൺ ദി ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. അപ്പം ഫ്രാങ്ക് ചോദിക്കും, എക്സ്ട്രാ വർക്കോ? ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളായിട്ട് നിനക്ക് എന്ത് എക്സ്ട്രാ വർക്ക്? Taplo, yes sir, and I might be playing golf. You would think he would have enough to do anyway himself, considering he is leaving tomorrow for good. But oh no, I missed a day last week when I was ill, so here I am, and look at the weather sir. So Taplo is explaining that ഞാൻ ഈ സമയത്ത് ഗോൾഫ് കളിക്കേണ്ടതാണ്. മിസ്റ്റർ ക്രോക്കർ ഹാരിസ് അദ്ദേഹം ഈ സ്കൂളിൽ നിന്ന് പോകുകയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നാളെ മുതൽ പിറ്റേ ദിവസം മുതൽ ആൾ വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് സാറിന് ഇഷ്ടംപോലെ ജോലി ഉണ്ടാവും, എന്നിട്ടും സാർ എന്നെ എക്സ്ട്രാ വർക്കിന് വേണ്ടി വിളിപ്പിച്ചേക്കുവാണ്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ക്ലാസ് മിസ് ചെയ്തു, എനിക്ക് വയ്യാത്തതുകൊണ്ട് ക്ലാസ് മിസ് ചെയ്തു. അപ്പോൾ ഒരു ദിവസത്തെ മിസ്സായിപ്പോയ ക്ലാസ്സിൻ്റെ എക്സ്ട്രാ വർക്കിന് വേണ്ടിയാണ് നാളെ ഈ സ്കൂൾ വിട്ട് പോകുന്ന സാറിന് ഇത്രയും തിരക്കുണ്ടായിട്ടും എന്നെ ഇന്ന് വിളിച്ചേക്കുന്നേ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ടാപ്ലോ. അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കും, നോക്കൂ പുറത്ത് എന്ത് നല്ല വെതർ സർ, ഗോൾഫ് കളിക്കാൻ പറ്റിയ വെതറാണ്, ഞാനിവിടെ കളിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്, പക്ഷേ സാർ വിളിച്ചുകൊണ്ട് ഞാനിവിടെ വന്നതാണ്. ബാഡ് ലക്ക്, സ്റ്റിൽ ദർ ഈസ് വൺ കംഫർട്ട്, you are pretty well certain to get your remove tomorrow for being a good boy in taking extra work. സോ ഫ്രാങ്ക് പറയാണ്, സാറ് പറയാണ്, ഗോൾഫ് കളിക്കാൻ പറ്റാത്തത് നിനക്ക് ബാഡ് ലക്ക് തന്നെയാണ്, പക്ഷെ നിനക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു കംഫേർട്ട് ഉണ്ട്. നാളെ നിനക്ക് നല്ല ഗ്രേഡ് കിട്ടും, കാരണം ഇന്നും നീ എക്സ്ട്രാ വർക്കിന് നിന്നില്ലേ. നല്ല കുട്ടിയായിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ നീ എക്സ്ട്രാ വർക്കിന് നിന്നുകൊണ്ട് നാളെ ഒരു പക്ഷേ നിൻ്റെ ഗ്രേഡ് റിലീസ് ചെയ്യുമ്പോൾ നിനക്ക് നല്ല ഗ്രേഡ് ഉണ്ടാവും. ടാപ്ലോ, well, I'm not so sure sir. That would be true of the ordinary masters, all right. They just wouldn't dare not to give a chap a remove after he's taking extra work. But those sort of rules don't apply to the Mr. Crocker Harris. I asked him yesterday outright if he had given me a remove, and do you know what he said sir? So ടാപ്ലോ പറയാണ്, എനിക്കതിലൊരു ഉറപ്പുമില്ല, എനിക്ക് ഇന്നിപ്പോൾ ഞാൻ എക്സ്ട്രാ വർക്കിന് നിന്നെന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് നല്ല ഗ്രേഡ് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. കാരണം വേറെ ഒരു ഓർഡിനറി സർ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എക്സ്ട്രാ വർക്ക് ചെയ്തേന്ന് അഡീഷണൽ മാർക്ക് തന്ന് നല്ല ഗ്രേഡ് തന്നേനെ. പക്ഷേ മിസ്റ്റർ ക്രോക്കർ ഹാരിസ് അങ്ങനെയല്ല. ഇന്നലെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സർ എൻ്റെ ഗ്രേഡ് സർ ചെയ്തുവോ എന്ന് ചോദിച്ചപ്പം ആളെന്താ പറഞ്ഞതെന്ന് സാറിന് അറിയോ എന്ന് മിസ്റ്റർ ഫ്രാങ്കിനോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ദേ ജസ്റ്റ് വുഡൻ ഡെയർ ടു ഗീവ് എ ചാപ്പ് റിമൂവ് ആഫ്റ്റർ ഹിസ് ടേക്കിംഗ് എക്സ്ട്രാ വർക്കിന് ആ ഒരു സെൻറ്റൻസ് അർത്ഥം എന്താണെന്ന് വെച്ചാൽ വേറൊരു ടീച്ചേഴ്സും ഒരു കുട്ടിക്ക് എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രേഡ് കൊടുക്കാണ്ടിരിക്കില്ല. പക്ഷേ മിസ്റ്റർ ക്രോക്കർ ഹാരിസ് അതുപോലെ അല്ല. ഫ്രാങ്ക്, നോ വാട്ട്, നീ ഇങ്ങനെ ഗ്രേഡ് ശരിയായോ എന്ന് ചോദിച്ചപ്പം എന്താണ് സാർ പറഞ്ഞത്, എന്താണ് മിസ്റ്റർ ക്രോക്കർ ഹാരിസ് പറഞ്ഞത് എന്ന് ഫ്രാങ്ക് ചോദിക്കുന്നു. ടാപ്ലോ, ഇമിറ്റേറ്റിംഗ് എ വെരി ജെൻറ്റിൽ റാദർ ത്രോട്ടി വോയിസ്. അപ്പോൾ ടാപ്ലോ എൻ്റെ ഉത്തരം പറയാണ്, എങ്ങനെയാണോ മിസ്റ്റർ ക്രോക്കർ ഹാരിസ് സംസാരിക്കുന്നത് അതേ രീതിയിൽ മിമിക്രി ചെയ്തുകൊണ്ട് പറയാണ്. മൈ ഡിയർ ടാപ്ലോ, ഐ ഹാവ് ഗിവൻ യു എക്സാക്ട്ലി വാട്ട് യു ഡിസേർവ്, no less, and certainly no more. Do you know sir, I think he may have marked me down rather than up for taking extra class. I mean, the man's hardly human. He breaks off quickly. Sorry sir, have I gone too far? So here imitate ചെയ്തുകൊണ്ട് പറയാണ്. സർ എന്താ പറഞ്ഞേ, എൻ്റെ പൊന്നു ടാപ്ലോ, നിനക്ക് ഞാൻ നീ അർഹിക്കുന്ന ഗ്രേഡ് തന്നെയാണ് തന്നിരിക്കുന്നത്, കുറവുമില്ല തീർച്ചയായിട്ടും കൂടുതലുമില്ല. ഇങ്ങനെയാണ് സർ എന്നോട് പറഞ്ഞത്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നത് കാരണം അദ്ദേഹം എനിക്ക് കുറവ് ഗ്രേഡായിരിക്കും തന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം ഒരു ഹ്യൂമൻ ബീയിങ്സ് അല്ലല്ലോ, ഹീ ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്.
അങ്ങനെ പെട്ടെന്ന് വായിന്ന് വന്നു കഴിയുമ്പോഴാണ് ടാപ്ലോ ഓർക്കുന്നത് വേറൊരു മാസ്റ്ററിനാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് സോറി പറഞ്ഞിട്ടൊക്കെ ചോദിക്കും, അയ്യോ ഞാൻ കുറച്ച് അധികം പറഞ്ഞു പോയോ? ഫ്രാങ്ക് സാർ പറയും, യെസ് മച്ച് ടു ഫാർ, നീ കുറേ അധികം പറഞ്ഞു പോയി. ടാപ്ലോ പെട്ടെന്ന് അപ്പോളജൈസ് ചെയ്യും, സോറി സർ ഐ ഗോട്ട് ക്യാരിഡ് അവേ, സോറി സർ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു. ഫ്രാങ്ക് എവിഡൻ്റ്ലി ഹി പിക്സ് അപ്പ് എ ന്യൂസ് പേപ്പർ ആൻഡ് ഓപ്പൺസ് ഇറ്റ്. ടാപ്ലോ അപ്പം കാണാനുണ്ട്, നീ എങ്ങനെ ക്യാരിയായി പോയതാണെന്ന് എനിക്ക് കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് എന്തോ തുറന്നിട്ട് ചോദിക്കും, എന്തോ ടാപ്ലോയോട് ചോദിക്കാം, ടാപ്ലോനെ വിളിക്കും. ടാപ്ലോ യെസ് സർ. ഫ്രാങ്ക് വാട്ട് വാസ് ദാറ്റ് ക്രൂക്കർ ഹാരിസ് സെഡ് ടു യു, ജസ്റ്റ് റിപ്പീറ്റ് ഇറ്റ് വുഡ് യു? സോ വേണമെന്ന് വെച്ചിട്ട് ഫ്രാങ്ക് സർ പറയുക, അതൊന്നും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക് സർ പറയുക, നീ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ, എന്താണ് മിസ്റ്റർ ക്രോക്കർ ഹാരിസ് നിന്നോട് പറഞ്ഞതെന്ന്? ടാപ്ലോ ഇമിറ്റേറ്റിംഗ് അഗെയിൻ, മൈ ഡിയർ ടാപ്ലോ, I have given you exactly what you deserve, no less and certainly no more. So again the same sentences are repeated. Okay, അത് കേൾക്കുമ്പോൾ ഫ്രാങ്ക് പറയും, ലുക്കിംഗ് സിവിയർ, not in the least like him. Read you nice Achilles and be quiet. So ഫ്രാങ്ക് സർ പറയുവാണ്, നോട്ട് ഇൻ ദ ലീസ്റ്റ് ലൈക്ക് ഹിം, ഇങ്ങനെയല്ലല്ലോ അദ്ദേഹം പറയേണ്ടത്, ഇങ്ങനെ പറയുന്ന ഒരാളല്ലല്ലോ മിസ്റ്റർ ക്രോക്കർ ഹാരിസ് എന്നുള്ള രീതിയിലാണ് ഫ്രാങ്ക് സർ പറയുന്നത്. എന്നിട്ട് ടാപ്ലോനോട് പറയുവാണ്, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ആ ബുക്ക് ആക്കിലീസ് എന്നുള്ള ബുക്ക് വായിക്കുക, മിണ്ടാതിരിക്കുക. ടാപ്ലോക്ക് ചോദിക്കും, ടാപ്ലോവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ടാപ്ലോ ചോദിക്കും, ആക്കിലീസ് ഞാൻ വായിക്കണോ, ആക്കിലീസ് എന്ന് ചോദിക്കും. ഫ്രാങ്ക്, ലുക്ക്, വാട്ട് ടൈം ഡിഡ് മിസ്റ്റർ ക്രൂക്കർ ഹാരിസ് ടെൽ യു ടു ബി ഹിയർ? അപ്പം ഫ്രാങ്ക് സർ ചോദിക്കുന്നു, എത്ര മണിക്കാണ് നിന്നോട് ഇവിടെ സാറ് വരാൻ പറഞ്ഞത്? ക്രോക്കർ ഹാരിസ് സർ എത്ര മണിക്കാണ് ഇവിടെ വരാൻ പറഞ്ഞത്? 6:30 സർ, 6 മണിക്ക്. വെൽ, ഹീസ് 10 minutes late. Why don't you cut? You could still play golf before lock-up. സോ ഫ്രാങ്ക് സർ പറയുവാണ്, 10 മിനിറ്റ് താമസിച്ചു, അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല, അപ്പോൾ നിനക്കങ്ങ് പൊയ്ക്കൂടെ? യു ജസ്റ്റ് ഗോ ആൻഡ് പ്ലേ ബിഫോർ ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ്. സ്കൂൾ ഗ്രൗണ്ടിലാണ് അവൻ ഗോൾഫ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ സ്കൂള് അടയ്ക്കുന്നതിന് മുമ്പ് നിനക്ക് കുറച്ച് നേരം ഗോൾഫ് കളിക്കാനുള്ള ടൈം കിട്ടും, അപ്പോൾ നിനക്കങ്ങ് പോയിക്കൂടെ? സാർ 6:30 ആയിട്ടും സാറ് വന്നില്ലല്ലോ, ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞില്ലേ, അപ്പോൾ നീ അങ്ങ് പൊയ്ക്കോ. ടാപ്ലോ റിയലി ഷോക്ക്ഡ്. അപ്പോൾ അത് കേട്ട് ഞെട്ടിയിട്ട് ടാപ്ലോ പറയും, ഓ നോ, ഐ കുഡൻറ്റ് കട്ട്. ഇല്ലില്ല, എനിക്കെങ്ങനെ സാറിനെ വെട്ടിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല. കട്ട് ദ ക്രോക്ക്, മിസ്റ്റർ ക്രോക്കർ ഹാരിസ്. ദ ക്രോക്ക് എന്നുള്ളത് കുട്ടികൾ മിസ്റ്റർ ക്രോക്കർ ഹാരിസിനെ കളിയാക്കി വിളിക്കുന്ന ഒരു ടേമാണ്. I shouldn't think it's ever been done in the whole time he's been here. God knows what would happen if I did. He would probably follow me home or something. സോ വളരെ ഷോക്കിംഗ് എക്സ്പ്രഷനോടുകൂടി ടാപ്ലോ പറഞ്ഞു, അയ്യോ ഞാനൊരിക്കലും സാറിൻ്റെ മിസ്റ്റർ ക്രോക്കർ ഹാരിസിൻ്റെ വാക്ക് നിഷേധിച്ചിട്ട് പോവില്ല. ഇത്രയും കാലം ഈ സ്കൂളിലുണ്ടായിട്ട് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹം പറഞ്ഞത് കേൾക്കാണ്ടിരുന്നിട്ടില്ല. ദൈവത്തിനെ അറിയുള്ളൂ, ഞാനിനി അങ്ങനെ കേൾക്കാണ്ടിരുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം എന്നെ ഫോളോ ചെയ്ത് എൻ്റെ വീട് വരെ എത്തിയിട്ട് പിന്നെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാൻ തുടങ്ങുമായിരുന്നു ടാപ്ലോ. I must admit, I envy him, the effect he seems to have on you boys in the farm. You all seem scared to death of him. What does he do? Beat you all or something? ഫ്രാങ്ക് ചോദിക്കുകയാണ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ മാസ്റ്ററിനോട് അസൂയ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ എന്ത് പേടിയാണ്, അദ്ദേഹം പറയുന്ന ഒരു വാക്ക് പോലും തെറ്റാതെ എങ്ങനെ പാലിക്കുന്നു. എന്താണ് അദ്ദേഹം നിങ്ങളെങ്ങനെ പേടിപ്പിച്ച് വെച്ചേക്കുവാണോ? എന്തിനാണ് നിങ്ങളിങ്ങനെ അദ്ദേഹത്തെ പേടിക്കുന്നത്? അദ്ദേഹം നിങ്ങളെ അടിക്കുമോ അല്ലെങ്കിൽ വേറെ ഉപദ്രവം വല്ലതും ചെയ്യുമോ? ഫ്രാങ്ക് ചോദിക്കുകയാണ്. ടാപ്ലോ അപ്പോൾ ഉത്തരമായിട്ട് പറയും, ഗുഡ് ലോർഡ് നോ, ഹി ഈസ് നോട്ട് എ സാഡിസ്റ്റ് ലൈക്ക് 1 or 2 of the others. അപ്പോൾ നൗ ഹി ഈസ് ഡിഫെൻഡിങ് ഹിസ് മാസ്റ്റർ. ടാപ്ലോ ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യാണ്. അല്ലല്ല, ദൈവത്തിൻ്റെ പേരിൽ അങ്ങനെ പറയരുത്, അദ്ദേഹം ഒരു സാഡിസ്റ്റ് അല്ല. സാഡിസ്റ്റ് ആരാണ്? മറ്റുള്ളവർക്ക് പെയിൻ കൊടുത്തിട്ട് അത് കണ്ട് സന്തോഷിക്കുന്നവനെയാണ് നമ്മൾ സാഡിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാപ്ലോ പറയുക, മിസ്റ്റർ ക്രൂക്കർ ഹാരിസ് ഒരു സാഡിസ്റ്റ് ഒന്നുമല്ല, ഇവിടെ വേറെ 2-3 ടീച്ചേഴ്സ് ഉണ്ട്, അവരങ്ങനെയാണ്, ഉപദ്രവിക്കും. പക്ഷേ മിസ്റ്റർ ഹാരിസ് അങ്ങനെയല്ല.
ഫ്രാങ്ക് അപ്പോൾ പറയും, ഐ ബെഗ് യുവർ പാർഡൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന കേട്ടപ്പം മിസ്റ്റർ ഫ്രാങ്ക് ചോദിക്കും, എന്താ നീ പറഞ്ഞേ? ടാപ്ലോ, എ സാഡിസ്റ്റ് സർ ഈസ് സമ്മൺ ഹു ഗെറ്റ്സ് പ്ലെഷർ ഔട്ട് ഓഫ് ഗിവിങ് പെയിൻ. അപ്പോൾ ആ സാഡിസ്റ്റിനെ എന്തുകൊണ്ട് വിളിച്ച് ആ സാഡിസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ടാപ്ലോ. മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് സ്വന്തം അത് കണ്ട് സന്തോഷിക്കുന്നത് ഒരാളെയാണ് നമ്മൾ സാഡിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരാളല്ല മിസ്റ്റർ ഹാരിസ്. ഇൻഡീഡ്, ബട്ട് ഐ തിങ്ക് യു വെൻറ്റ് ഓൺ ടു സേ ദാറ്റ് സം അതർ മാസ്റ്റേഴ്സ്. ഓക്കെ, അതെനിക്ക് മനസ്സിലായി, ഫ്രാങ്ക് പറയുക. പക്ഷെ നീ പറഞ്ഞു വേറെ കുറച്ച് മാസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു എന്ന്. ടാപ്ലോ, വെൽ ഓഫ് കോഴ്സ് ദേ ആർ സർ. ഐ വോണ്ട് മെൻഷൻ നെയിംസ്, ബട്ട് യു നോ ദം ആസ് വെൽ ആസ് ഐ ഡു. Of course, I know most masters think we boys don't understand a thing, but sir, you are different. You are young, well comparatively, anyway, and you are science. You must know what sadism is. So ടാപ്ലോ പറയുന്നു, ഉറപ്പായിട്ടും വേറെ സേഴ്സ് ഇവിടെ ഉണ്ട്, അവർ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ട്, പക്ഷെ ഞാൻ ആരുടെയും പേര് പറയില്ല. എനിക്ക് ഉറപ്പാണ്, എനിക്കറിയാവുന്ന പോലെ തന്നെ താങ്കൾക്കും അതറിയാം. പിന്നെ മിക്ക മാസ്റ്റേഴ്സിനും ഒരു തോന്നലുണ്ട്, ഞങ്ങൾ ആൺകുട്ടികൾ ഒന്നും മനസ്സിലാവില്ല, പഠിപ്പിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾ ഒന്നും ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഫോളോ ചെയ്യില്ല എന്നൊക്കെ അവർ വിചാരിക്കുന്നു. പക്ഷേ സാർ അങ്ങനെയല്ല. യു ആർ യങ്, വെൽ കമ്പാരിറ്റീവ്ലി, എനിവേ, ആൻഡ് യു ആർ സയൻസ്. യു മസ്റ്റ് നോ വാട്ട് സാഡിസം ഈസ്. സോ ടാപ്ലോ പറയുവാണ്, മറ്റുള്ള സാർമാരെ പോലെ അല്ല താങ്കൾ കുറച്ച് ചെറുപ്പമാണ്, താങ്കൾക്ക് ഞങ്ങളെ കൂടുതൽ മനസ്സിലാവും, അതുകൊണ്ട് തന്നെ താങ്കൾക്ക് അറിയാം സാഡിസം എന്ന് വെച്ചാൽ എന്താണ്. ഫ്രാങ്ക് ആഫ്റ്റർ എ പോസ്, കുറച്ച് നേരം ഒരു പോസ് വന്നിട്ട് ആൾ പറയും, ഗുഡ് ലോർഡ്, വാട്ട് ആർ അവർ സ്കൂൾസ് കമ്മിങ് ടു. സോ അദ്ദേഹം പറയുന്നത്, എൻ്റെ ദൈവമേ, എന്തൊക്കെയാണ് സ്കൂളുകളിൽ നടക്കുന്നത്? കുട്ടികളെ ഉപദ്രവിച്ച് അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയോ എന്നുള്ള അർത്ഥത്തിലാണ് മിസ്റ്റർ ഫ്രാങ്ക് പറയുന്നത്. Taplo, anyway, the croc isn't a sadist. That's what I am saying. He wouldn't be so frightening if he were, because at least it would show he had some feelings. But he hasn't. He's all shriveled up inside like a nut, and he seems to hate people to like him. It's funny that I don't know any other master who doesn't like being liked. So ഇവിടെ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ തരികയാണ്. ടാപ്ലോ പറയാണ്, മിസ്റ്റർ ക്രൂഗർ ഹാരിസ് സാഡിസ്റ്റ് അല്ല. അദ്ദേഹം ഒന്നും തന്നെ പറയില്ല. അദ്ദേഹം കുട്ടികളെ അത്രയ്ക്ക് പേടിപ്പിച്ച് നിർത്തുന്ന ആളൊന്നും അല്ല. ആളുടെ ഫീലിങ്സ് അങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരാറുമില്ല. ആളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു മനുഷ്യനാണ്. മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ, മറ്റുള്ളവർ അയാളെ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒരു ഫീലിങ്സും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരാറില്ല. അത് ഭയങ്കര തമാശയാണ്. ഇതെങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് ഇരിക്കാൻ പറ്റുക? ഇതാണ് ടാപ്ലോയുടെ ഒരു കൺക്ലൂഷൻ മിസ്റ്റർ ക്രൂഗർ ഹാരിസിനെ പറ്റി. അദ്ദേഹത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാണ് മിസ്റ്റർ ടാപ്ലോ പറയുന്നത്. ദ ബോയ് ടാപ്ലോ പറയുന്നത്. ഫ്രാങ്ക് മാസ്റ്റർ പറയുന്നു, ആൻഡ് ഐ ഡോണ്ട് നോ എനി ബോയ് ഹു ഡസൻറ്റ് യൂസ് ദാറ്റ് ഫോർ ഹിസ് ഓൺ പർപ്പസ്. സോ ഫ്രാങ്ക് സർ പറയാണ്, മിക്ക കുട്ടികളും എല്ലാ ടീച്ചേഴ്സിനെയും ഒന്ന് പോയി സുഖിപ്പിക്കാൻ നോക്കും. കാരണം അങ്ങനെ സുഖിപ്പിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഗ്രേഡ് കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് മിസ്റ്റർ ക്രൂഗർ ഹാരിസിൻ്റെ അടുത്ത് പോയാൽ അതൊന്നും അവിടെ നടക്കില്ല എന്നുള്ളതാണ് ടാപ്ലോ ഇപ്പോൾ മുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടാപ്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് പറയണം, വെൽ, ഇറ്റ്സ് നാച്ചുറൽ സർ, ബട്ട് നോട്ട് വിത്ത് ദ ക്രോക്ക്. അപ്പോൾ ടാപ്ലോ പറയാൻ ശരിയാണ്, ബാക്കി കുറേ സാർമാരുടെ കൊണ്ട് നമ്മൾ നല്ല നൈസായിട്ട് നിന്നാൽ ചിലപ്പോൾ അവർ നമുക്ക് ഗ്രേഡൊക്കെ കിട്ടും. പക്ഷേ മിസ്റ്റർ ക്രോക്കിൻ്റെ അടുത്ത് അതൊന്നും നടക്കില്ല. ഫ്രാങ്ക്, മിസ്റ്റർ ക്രൂഗർ ഹാരിസ് അപ്പം തിരുത്തിക്കൊണ്ട് പറയണം, കുറേ നേരമായി നീ അദ്ദേഹത്തെ ദ ക്രോക്ക് എന്ന് പറയുന്നു. സാറാണ് അദ്ദേഹം, നിൻ്റെ അധ്യാപകനാണ്, റെസ്പെക്റ്റോടു കൂടി പേര് പറയൂ, മിസ്റ്റർ ക്രൂഗർ ഹാരിസ് എന്ന് പറയൂ. Taplo, Mr. Kruger Harris. The funny thing is that in spite of everything, I do rather like him. I can't help it. And sometimes I think he sees it, and that seems to shrivel him up even more. So, ടാപ്ലോ പറയാണ്, ആദ്യം കറക്റ്റായിട്ട് സാറിൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഞാൻ സാറിനെ പറ്റി പറഞ്ഞെങ്കിലും എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സാറിനെ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ പറ്റുന്നില്ല.
ആൻഡ് ചില സമയങ്ങളിൽ സാറിന് മനസ്സിലാവുന്നുണ്ട് എനിക്ക് സാറിനെ ഇഷ്ടമാണെന്ന്. സാറിന് ആ ഇഷ്ടം ഉണ്ടെന്ന് കാണുമ്പോൾ സാർ ഒന്നും കൂടി എന്നിൽ നിന്നും അകലാൻ നോക്കുന്നു. ഫ്രാങ്ക്: ഐ എം ഷുവർ യു ആർ എക്സാജുറേറ്റിംഗ്. അപ്പം ഫ്രാങ്ക് സർ പറയുന്നു, എനിക്ക് തോന്നുന്നില്ല നീ പറയുന്നതൊക്കെ കറക്റ്റാണ്, നീ എന്തോ കൂട്ടിച്ചേർത്ത് പറയാണ്. ടാപ്ലോ പറയും, നോ സർ, ഐ എം നോട്ട്. ഇൻ ഫോം ദി അതർ ഡേ ഹി മെയ്ഡ് വൺ ഓഫ് ഹിസ് ക്ലാസിക്കൽ ജോക്സ്. Of course, nobody laughed because nobody understood it, myself included. Still, I knew he had meant it as funny, so I laughed. Out of ordinary common politeness and feeling a bit sorry for him for having made a poor joke. Now, I can't remember what the joke was, but suppose I make it. Now you laugh, sir. Frank laughs. സോ ടാപ്ലോ പറയാണ്, എനിക്ക് സാറിനോട് ഇഷ്ടമാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ജോക്ക് പറഞ്ഞു. അത് ജോക്കാന്ന് ആർക്കും മനസ്സിൽ തന്നെ ആയില്ല, കാരണം അത് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് തന്നെ ആർക്കും മനസ്സിലായില്ല. പക്ഷേ എനിക്ക് ആളെ കണ്ടപ്പോൾ തോന്നി ആളെന്തോ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കാൻ നോക്കുവാണെന്ന്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചു. ആ ജോക്ക് എന്താണെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആ ജോക്ക് ഇപ്പോൾ പറഞ്ഞാൽ സാറും ചിരിക്കുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു എന്ന് ടാപ്ലോ പറയും. Taplo, in a gentle, throaty voice. Taplo, you laughed at my little joke, I noticed. I must confess that I am pleased that once your Latin has made since you so readily have understood what the rest of the form did not. Perhaps now you would be good enough to explain it to them so that they too can share your pleasure. So, ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞപ്പോൾ ടാപ്ലോനെ വിളിച്ചിട്ട് മിസ്റ്റർ ക്രോക്കർ ഹാരിസ് പറഞ്ഞ ഡയലോഗാണ് ഇവിടെ ടാപ്ലോ വീണ്ടും ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ടാപ്ലോ പറയുന്നു, അദ്ദേഹം ടാപ്ലോനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ജോക്ക് കേട്ടപ്പോൾ ചിരിച്ചു, ഞാനത് ശ്രദ്ധിച്ചു, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് നിനക്ക് ലാറ്റിൻ മനസ്സിലായി തുടങ്ങിയെന്ന്. കാരണം ഞാൻ ലാറ്റിനിൽ പറഞ്ഞ ജോക്ക് നിനക്ക് മനസ്സിലായി. അപ്പോൾ നിനക്കിനിയും മറ്റുള്ള ഫോം എന്നിവിടെ പറഞ്ഞേക്കുന്നത് സ്റ്റുഡൻസിനെയാണ്. മറ്റുള്ള സ്റ്റുഡൻസിന് മനസ്സിലായില്ല, നിനക്ക് മനസ്സിലായി, അതുകൊണ്ട് നിനക്ക് ഞാനൊരു ഡ്യൂട്ടി തരുന്നു. ഞാൻ പറഞ്ഞ ജോക്ക് നിനക്ക് മനസ്സിലായ പോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, അവരും ആ ജോക്ക് ആസ്വദിക്കട്ടെ. ലെറ്റ് ദം ടേക്ക് പ്ലെജർ ഫ്രം ദാറ്റ് ജോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്യൂട്ടി ടാപ്ലോന് സർ കൊടുത്തിരുന്നു. The door upright is pushed open and Millie Crocker Harris enters. She is a thin woman in her late 30s, rather more smartly dressed than the general run of schoolmasters' wives. She is wearing a cape and carries a shopping basket. She closes the door and then stands by the screen watching Taplo and Frank. It is a few seconds before they notice her. സോ ഈ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോറിൻ്റെ അടുത്ത് മിസ്സിസ് മിലി ക്രോക്കർ ഹാരിസ് നിൽപ്പുണ്ടായിരുന്നു. ഷീ വാസ് എ തിൻ ലേഡി ഹു വാസ് ഇൻ ഹർ ലേറ്റ് 30s. ഷീ വാസ് സ്മാർട്ട്ലി ഡ്രെസ്ഡ്. സാധാരണ ഒരു സ്കൂൾ മാസ്റ്റേഴ്സിൻ്റെ വൈഫ്സിനെക്കാട്ടിലും ഭംഗിയായിട്ട് സ്മാർട്ടായിട്ട് ഡ്രസ്സ് ചെയ്തിരുന്നു. ഷീ വാസ് വെയറിങ് എ കോട്ട് ലൈക്ക് എ തിങ്. കോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ മുകളിലിടുന്ന ഒരു സിൽക്ക്, നമ്മൾ ഗേൾസ് തന്നെ ബ്ലേസേഴ്സ് എന്ന് പറയും, ബ്ലേസേഴ്സ്. ആ ബ്ലേസേഴ്സ് ഇട്ടിരുന്നു. പിന്നെ ഷോപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ആൻഡ് ഷി വാസ് ലിസ്ണിംഗ് ടു ദി കോൺവെർസേഷൻ. ഫ്രാങ്ക്, കം അലോങ്. ടാപ്ലോ മൂവ് സ്ലോലി അബൌവ് ദി ഡെസ്ക്. ഡു നോട്ട് ബി സോ സെൽഫിഷ് ആസ് ടു കീപ്പ് എ ഗുഡ് ജോക്ക് ടു യുവർ സെൽഫ്. ടെൽ ദി അതേഴ്സ്. ഹി ബ്രേക്സ് ഓഫ് സഡൻലി നോട്ടീസിങ് മില്ലി. ഓ ലോർഡ്. സോ കോൺവെർസേഷൻ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഫ്രാങ്ക് പറയും, കമോൺ, നീ ആ ജോക്ക് എന്താണെന്ന് ഓർത്തെടുത്ത് എന്നോട് പറയൂ. ആ ജോക്ക് നീ സ്വയം നിൻ്റെ മനസ്സിൽ തന്നെ വെക്കാതെ പറയൂ, ബാക്കിയുള്ളവരോടും കൂടി പറയൂ, എല്ലാവർക്കും ഒന്ന് ചിരിക്കാമല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് കാണുന്നത് മിസ്സിസ് മില്ലർ അവിടെ നിൽക്കുന്നത്. ഓ ലോർഡ് എന്ന് പറയും മിസ്റ്റർ ഫ്രാങ്ക്. ഫ്രാങ്ക് ടേൺസ് ക്വിക്ക്ലി ആൻഡ് സീംസ് ഇൻഫിനിറ്റ്ലി റിലീവ്ഡ് അറ്റ് സീയിങ് മില്ലി. സോ മിസ്സിസ് മില്ലിനെ കണ്ട വശം മിസ്റ്റർ ഫ്രാങ്ക് ഒന്ന് ഒരു റിലീഫായ പോലെ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് വരുന്നു. ഇതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ വേറൊരു ലവ് സ്റ്റോറി നടക്കുന്നുണ്ട്. ഇവിടെ മിസ്സിസ് മില്ലി ഈസ് ആക്ച്വലി ഇൻ ലവ് വിത്ത് മിസ്റ്റർ ഫ്രാങ്ക്, ബട്ട് ഫ്രാങ്ക് ഈസ് നോട്ട് റെസ്പോണ്ടിങ് ഇൻ ദ സെയിം വേ. അങ്ങനെയും ഈ ഒരു ഡ്രാമയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു എക്സേർട്ട് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബട്ട് ബിഹൈൻഡ്
on the other side there are things happening. So അതാണ് ഇവിടെ ഈ ഒരു സെൻറ്റൻസ് വന്നിരിക്കുന്നത്. ഫ്രാങ്ക് ടേൺസ് ക്വിക്ക്ലി ആൻഡ് seems infinitely relieved at seeing Millie. അപ്പം he is happy to see her. He is not in love with her, but she likes him. Okay, so that is just an additional information. So Frank, oh hello. Millie, without expression, hello. She comes down to the sideboard and puts her basket on. So they greet each other. Tableau moving up to left of Frank, whispering frantically, do you think she heard? So പെട്ടെന്ന് മിസ്സിസ് മിലി ക്രോക്കർ ഹാരിസിനെ കാണുമ്പോൾ ടാപ്ലോന് ഭയങ്കര ഒരു പരിങ്ങൽ വരും. ഞാൻ ഇത്രയും നേരം അവരുടെ ഹസ്ബൻഡിനെ പറ്റി അല്ലെങ്കിൽ മിസ്റ്റർ ക്രോക്കർ ഹാരിസിനെ പറ്റി പറഞ്ഞത് അവർ കേട്ടുവോ എന്നുള്ളൊരു തോന്നൽ വരുമ്പം മെല്ലെ നമ്മളുടെ ഫ്രാങ്ക് സാറിൻ്റെ അടുത്ത് പോയിട്ട് പറയും, ദൈവമേ ഞാൻ പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ടാവുമോ? അപ്പോൾ ഫ്രാങ്ക് ഷേക്സ് ഹിസ് ഹെഡ് comfortingly. Millie takes off her cape and hangs it on the hall stand. I think she did. She was standing there quite a time. So Frank പറയുന്നു, ശരിയാണെന്ന് തോന്നുന്നു, കേട്ടിട്ടുണ്ടാവും, കുറച്ച് നേരമായിട്ട് അവരവിടെ നിൽപ്പുണ്ട്. Tableau, if she did and she tells him, there goes my remove. അപ്പം പറയും, ദൈവമേ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും സാറിനോട് പറയും, അതും കൂടി കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഗ്രേഡിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ദേ ഗോസ് മൈ റിമൂവ് എന്ന് വെച്ചാൽ എൻ്റെ ഗ്രേഡിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഫ്രാങ്ക്, നോൺസെൻസ്. ഹി ക്രോസസ് ടു ദ ഫയർ പ്ലേസ്. അപ്പോൾ ഫ്രാങ്ക് പറയും, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഗ്രേഡ് കുറയ്ക്കുകയൊന്നുമില്ല. മിലി ഇൻ ദ മീൻ വൈൽ മിലിയുടെ ആ ഓവർ കോട്ട് ഊരിയിട്ട് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അവിടെ വയ്ക്കും. ബാസ്ക്കറ്റും എടുത്ത് മീഷയിൽ വയ്ക്കും. മിലി ടേക്സ് ദ ബാസ്ക്കറ്റ് ഫ്രം ദ സൈഡ് ബോർഡ്, മൂവ്സ് അബൌവ് ദ ടേബിൾ ആൻഡ് പുട്ട്സ് ദ ബാസ്ക്കറ്റ് ഓൺ ഇറ്റ്. മിലി ടു ടാപ്ലോ, വെയിറ്റിംഗ് ഫോർ മൈ ഹസ്ബൻഡ്. അപ്പം മിലി ടാപ്ലോനോട് ചോദിക്കും, നീ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണോ? ടാപ്ലോ കുറച്ച് ടേബിളിൻ്റെ ലെഫ്റ്റിലോട്ട് മാറിയിട്ട് പറയും, യെസ് എന്ന് പറയും. മിലി, ഹീസ് അറ്റ് ദ ബേഴ്സേഴ്സ് ആൻഡ് മൈറ്റ് ബി ദെയർ ക്വൈറ്റ് എ ടൈം. ഇഫ് ഐ വെയർ യു ഐ വുഡ് ഗോ. അപ്പം മില്ലി പറയുന്നു, സർ, അതായത് അവരുടെ ഹസ്ബൻഡ് ടാപ്ലോട് സർ അക്കൗണ്ടൻറ്റിൻ്റെ ഓഫീസിലാണ്. ബേഴ്സേഴ്സ് എന്ന് വെച്ചാൽ അക്കൗണ്ടൻറ്റ്. ഓക്കെ, ദ അക്കൗണ്ട് സെക്ഷൻ, അക്കൗണ്ടൻറ്റിൻ്റെ ഓഫീസിലാണ്. അവിടെ കുറച്ച് സമയം എടുക്കും. ഞാനായിരുന്നു നിൻ്റെ സ്ഥാനത്തെങ്കിൽ എന്ന് വെച്ചാൽ ഞാനിവിടുന്ന് പോയേനെ എന്ന് മില്ലി ടാപ്ലോട് പറയും. ടാപ്ലോ ഡൗട്ട്ലി, ഹി സെഡ് മോസ്റ്റ് പർട്ടിക്കുലർലി ഐ വാസ് ടു കം. അപ്പോൾ അവർ ടാപ്ലോ പറയും, അല്ല പക്ഷേ സാർ എന്നോട് നിർബന്ധമായിട്ടും ഇവിടെ വന്നിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. മില്ലി, വെൽ വൈ ഡോണ്ട് യു റൺ അവേ ഫോർ എ ക്വാർട്ടർ ഓഫ് ആൻ അവർ ആൻഡ് കം ബാക്ക്. അപ്പം മില്ലി ചോദിക്കും, ശരി നീ ഒരു 15 മിനിറ്റ് നേരത്തേന് പോയി കളിച്ചിട്ട് വന്നോ, അപ്പോഴത്തേനും സാർ വരുമായിരിക്കും. ഷീ അൺപാക്സ് സം തിങ്സ് ഫ്രം ദ ബാസ്ക്കറ്റ്. ആ ബാസ്ക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് പുറത്തോട്ട് വെച്ചുകൊണ്ടാണ് മില്ലി പറയുന്നത്, എനിക്കെന്നാൽ കുറച്ചൊരു 10-15 മിനിറ്റ്, ക്വാർട്ടർ ഓഫ് ആൻ അവർ എന്ന് വെച്ചാൽ 15 മിനിറ്റ് ഒന്ന് പോയി കളിച്ചിട്ട് വന്നൂടെ. ടാപ്ലോ, സപ്പോസിങ് ഹി ഗെറ്റ്സ് ഹിയർ ബിഫോർ മീ. അപ്പം ഞാനങ്ങനെ കളിക്കാൻ പോയിട്ട് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സാറ് വന്നാലോ എന്ന് ചോദിക്കും. മില്ലി അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയും, ഐ വിൽ ടേക്ക് ദ ബ്ലെയിം. ഷീ ടേക്സ് എ പ്രിസ്ക്രിപ്ഷൻ ഔട്ട് ഓഫ് ദി ബാസ്ക്കറ്റ്. ഐ ടെൽ യു വാട്ട്, യു ക്യാൻ ഡു എ ജോബ് ഫോർ ഹിം. ടേക്ക് ദിസ് പ്രിസ്ക്രിപ്ഷൻ ടു ദ കെമിസ്റ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് മെയ്ഡ്. അപ്പോൾ മില്ലി പറയും, ഞാൻ നിനക്കൊരു കാരണം തരാം, ഇവിടുന്ന് പോകാനുള്ള കാരണം തരാം. ഈ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയിട്ട് നീ അദ്ദേഹത്തിന് മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരൂ. അപ്പം നിനക്ക് ഇതിൻ്റെ പേരും പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് എനിക്ക് പറയാം എന്നുള്ള അർത്ഥത്തിലാണ് മിസ്സസ് മില്ലി പറയുന്നത്. Tableau, all right, Mrs. Kruger Harris. He crosses towards the door upright. So അത് കേൾക്കുമ്പം ടാപ്ലോന് ഒരു റിലീഫ് കിട്ടും, ടാപ്ലോന് പുറത്ത് പോകാൻ ഒരു റീസൺ കിട്ടും. ആൻഡ് ഹീ ടേക്സ് ദ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഹീ ഗോസ് ഓഫ് ഫ്രം ദി സ്റ്റാഫ് റൂം. ഓക്കെ, സോ ഹിയർ ദ ഡ്രാമ എൻഡ്സ്. സോ ബേസിക്കലി ഇതിനകത്ത് എന്താണ് ഈ ഒരു ചെറിയ എക്സെപ്റ്റിൽ പറയാൻ നോക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈവൻ ദോ ദ ടീച്ചർ is strict and not friendly, he is straightforward. The child in the story, the student in the story, likes him from bottom of his heart. Okay, അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഫ്രാങ്ക് മിസ്റ്റർ ക്രൂഗർ ഹാരിസിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കുമ്പോൾ അവൻ ഡിഫെൻഡ് ചെയ്യും, സാറിനെ ഡിഫെൻഡ് ചെയ്തിട്ട് പറയും, എൻ്റെ സാറ് അത്രയ്ക്ക് മോശമൊന്നും അല്ല, അതിലും മോശമായ ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ
സർ കുറച്ച് സ്ട്രിക്റ്റാണ്, സാറിൻ്റെ അടുത്ത് വേറെ സോപ്പിടിയിലൊന്നും നടക്കില്ല, അങ്ങനെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് സർ ആണെന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നമുക്കിപ്പം കാണുമ്പം ടീച്ചറിന് നമ്മളോട് ഇഷ്ടമില്ലാന്ന് തോന്നും, പ്രവൃത്തി കാണുമ്പോൾ നമ്മളോട് ഇഷ്ടമില്ലാന്ന് തോന്നും, പക്ഷെ അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള ഇഷ്ടം ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കുട്ടിയിലോട്ട് എത്തും. അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഈ ഒരു ഡ്രാമയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ചേക്കുന്നത്. പിന്നെ എത്രയൊക്കെ സ്ട്രിക്റ്റ് ആണെങ്കിലും ഒരു സാറ് കുട്ടിക്ക് ഗ്രേഡ് കുറയുമോ ഗ്രേഡ് കൂടുമോ ഒന്നും അറിയില്ല. എന്നാലും ഒരു സാറിൻ്റെ വാക്ക് പാലിച്ച് ആ കുട്ടി ആ സ്റ്റാഫ് റൂമിൽ വന്നിട്ട് സാറിനെ വെയിറ്റ് ചെയ്യുന്നതും ഒരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് വിത്തൗട്ട് ഒരു പ്രോപ്പർ റീസൺ അവൻ സാറിനെ വെയിറ്റ് ചെയ്യാണ്ട് അവിടുന്ന് പോവാനും റെഡി ആവുന്നില്ല. ഒരു റീസൺ കിട്ടിയപ്പോഴാണ് ഫൈനലി അവൻ അവിടെ വിട്ട് പോണത്. സോ ഓൾ ദീസ് ആർ ദ പോസിറ്റീവ് തിങ്സ് ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഫ്രം ദിസ് പെർട്ടിക്കുലർ പീസ് ഓഫ് പ്ലേ. ഓക്കെ, അപ്പം ഐ തിങ്ക് ഐ ഹാവ് ബീൻ ഏബിൾ ടു മേക്ക് ഇറ്റ് ക്ലിയർ ടു യു. പ്ലീസ് റൈറ്റ് യുവർ കമൻറ്റ്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. പിന്നെ ഇത് മാക്സിമം മലയാളം സ്പീക്കിംഗ് കുട്ടികൾക്ക് ഷെയർ ചെയ്യുക, അവർക്കും കൂടി മനസ്സിലാവട്ടെ. സോ see you in another video with another lesson. Thank you so much.